അസിമാനത കൺഫ്യൂസ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഈ 9 ചെറുപ്പക്കാർ ജയിലിൽ കിടന്ന് അവരിപ്പോൾ പുറത്തിറങ്ങി വരേണ്ട സമയമായിക്കാണ് 10 കഴിഞ്ഞ്, ചിലപ്പം അതിലും വലിയ ശിക്ഷയായിരിക്കും, ജീവപര്യന്തം അങ്ങനെ പോകേണ്ട ഒരു സംഭവമായിരുന്നു. അസിമാനന്ദ കോടതിയിൽ കൺഫസ് ചെയ്തതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് അവർ നേരെ കൊണ്ടുവന്ന് കോടതിയിൽ കൺഫസ് ചെയ്യിപ്പിച്ചു. ഇനി അത് മാത്രമല്ല, കാരവൻ്റെ ഒരു ജേർണലിസ്റ്റ്, അവർ മലയാളിയാണ്, അവർ അസിമാനന്ദയുമായി 4 തവണ ഏതാണ്ട് 26 മണിക്കൂറിൻ്റെ വെറും വാക്കാലുള്ള സംഭാഷണമല്ല, ഓഡിയോ റെക്കോർഡറായിട്ടുള്ള അവരുടെ സംഭാഷണമുണ്ട്. അതിനകത്ത് അസിമാനന്ദ കൺഫസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്തു, അത് ഞങ്ങളാണ് ചെയ്തത്. ഈ അസിമാനന്ദ വെറും കക്ഷി, അയാൾ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അയാൾ കേരളത്തിൽ വന്നിട്ടുണ്ട്, കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റുകാരാൽ വേട്ടയാടപ്പെടുന്ന RSS സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട്, ജയിലിൽ പോയിട്ടുണ്ട്, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വർക്കല വന്ന് താമസിച്ചിട്ടുണ്ട്, സംഘത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നതെന്നാണ് കാരവൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ആദിവാസി സമരം നടക്കുമ്പോൾ CK ജാനുവിനെ പോയി കണ്ടിട്ടുണ്ട്, ഒരുപാട് കാലം. എല്ലാം ഞാൻ സംഘത്തിൻ്റെ പ്രതിനിധിയായി വരുന്നതാണ്. ഗുജറാത്തിലെ ആദിവാസി മേഖലയിലായിരുന്നു, ഡാഗിലാണ് പുള്ളി പ്രവർത്തിക്കുന്നത്. ഡാഗിലെ ക്രിസ്ത്യൻ കൺവേർഷനെതിരെയാണ് ആശാൻ്റെ പണി തുടങ്ങുന്നത്. സംഘം അയച്ചതാണെന്നാണ് പറയുന്നത്. വനവാസി കല്യാൺ യോജന, അങ്ങനെ എന്തോ ഒരു കല്യാൺ പരിഷത്ത് യോജന എന്ന് പറയുമ്പോൾ പദ്ധതിയായിപ്പോൾ പദ്ധതിയാണ്. അപ്പോൾ അങ്ങനെ പോയി സംഘത്തിൻ്റെ ആളാണ് എന്ന് മാത്രമല്ല, ഇത് സംഘത്തിലുള്ള ആളുകളുടെ അറിവോട് കൂടിയാണ് എന്ന മട്ടിലാണ് കാരവൻ്റെ ആ ആർട്ടിക്കിൾ വരുന്നത്. അപ്പോൾ ഈ തെളിവുകളൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് കുഴിച്ചിടും? മനുഷ്യന് സംഭവം ശരി, കോടതിയാണ്, തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്നു. പക്ഷേ കൺഫസ് ചെയ്ത ഒരാളുടെ കോടതിയിലെ മൊഴി ഒരു ജേർണലിസ്റ്റിനോട് സ്വമേധയാ ഞാൻ റെക്കോർഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞ്, ഞാൻ ജേർണലിസ്റ്റാണ്, നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഇൻ്റർവ്യൂ നടക്കുന്നത്. 4 തവണയായി 26 മണിക്കൂറിൻ്റെ റെക്കോർഡഡ് ഫുട്ടേജ്. ഇതെവിടെ കൊണ്ട് നിങ്ങൾ തള്ളും? ഇതെവിടെ കൊണ്ട് താത്തും? ഇത് ആരോട് ചോദിക്കാനാണ്? ഇതാണ് ഇതിനകത്ത് ഒരു ഐറണി. ഇന്ത്യയിൽ ഒരുപാട് സ്ഫോടന കേസുകളിൽ ഇപ്പോൾ ഈ അസിമാനന്ദ, അതിന് മുമ്പ് ഈ അസിമാനന്ദ കൺഫ്യൂസ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഈ 9 ചെറുപ്പക്കാർ ജയിലിൽ കിടന്ന് അവരിപ്പോൾ പുറത്തിറങ്ങി വരേണ്ട സമയമായിക്കാണ് 10 കഴിഞ്ഞ്, ചിലപ്പം അതിലും വലിയ ശിക്ഷയായിരിക്കും, ജീവപര്യന്തം അങ്ങനെ പോകേണ്ട ഒരു സംഭവമായിരുന്നു. അതാണ് അവസാനം വരുന്നതും NIA അന്വേഷണത്തിലേക്ക് വരികയൊക്കെ ചെയ്തത്.